ഓരോ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴും തെരഞ്ഞെടുപ്പിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരും രാഷ്ട്രീയം മനസ്സിലാക്കുന്നവരും വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മുന്നണി മാറ്റം. മുന്നണികളിൽ നിരവധി ഘടകകക്ഷികൾ ഉണ്ടാകുമല്ലോ. ഇവരുടെയൊക്കെ ചാഞ്ചാട്ടം എങ്ങോട്ടൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. വിജയസാധ്യത ആർക്ക് കാണുന്നു എന്നുള്ളത് നോക്കി മുന്നണിയിൽ ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ തയ്യാറെടുത്ത് നിൽക്കും. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി, ഇടയ്ക്ക് LDF ഒന്ന് കയറി വന്നു, UDF-ന് കോട്ടം സംഭവിച്ചു. ഇപ്പോൾ അതിന് LDF-ന് ഒരു ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഇനിയും തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടൊരു 6 മാസം ബാക്കി നിൽക്കുമ്പോൾ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ മാറിമറിയാൻ 6 മാസമെന്നല്ല 6 മിനിറ്റ് മതി എന്നുള്ളതാണ്. അതുകൊണ്ട് മുന്നണി മാറ്റം ഇനിയുമാകാം. അല്ലാതെ ഘടകകക്ഷികൾ എല്ലായിടത്തും നിൽക്കുന്നിടത്ത് അങ്ങനെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് കരുതണ്ട. ഇത് മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ LDF-ൽ ഒരു പ്രസ്താവന തന്നെ ഘടകകക്ഷികളോട് നടത്തിയിട്ടുണ്ട്. 3ാമത് LDF അധികാരത്തിൽ വരും എന്നുള്ള തരത്തിലുള്ള ഒരു ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് ആർക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. അത് 2021 LDF-ലേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തന്നെയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കത്തോലിക്ക സഭാ നേതൃത്വം പല വട്ടമായിട്ട് ജോസ് കെ മാണിയുമായിട്ട് സമ്മർദ്ദത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണി മാറണം, LDF വിട്ട് UDF-ലേക്ക് വരണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5 തവണ ഇതിനുവേണ്ടി സഭാ നേതൃത്വം കേരള കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തി എന്നാണ് അറിയുന്നത്. 5ാമത്തെ ശ്രമവും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ 18ാമത്തെ അടവും പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. ജോസ് കെ മാണി ഇപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്നത് ഇനി മാറ്റമില്ല എന്നുള്ള തരത്തിൽ LDF-ൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ പള്ളിക്കാരും പട്ടക്കാരും പറയുന്നതനുസരിച്ചാണ് പ്രവർത്തിക്കുക. കാരണം എപ്പോഴും മുൻകാലങ്ങളിൽ ഈ സഭാ നേതൃത്വവും സർക്കാരുമായിട്ടുള്ള ഒരു പാലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ KM മാണി. സഭയ്ക്ക് നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകും. ആ ആവശ്യങ്ങൾ മുഴുവൻ സർക്കാരിൽ കൊണ്ടുവരികയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നതിൽ KM മാണി സമർത്ഥനായിരുന്നു. അത് ഏത് സർക്കാർ മാറി മാറി വന്നിട്ടുള്ള കാലത്തും KM മാണി സഭയുടെ ആവശ്യങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് കൊണ്ടുവരികയും അത് നേടിയെടുക്കുകയും ചെയ്യും. അത് അത്രത്തോളം ഒരു തന്ത്രജ്ഞത KM മാണിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ തന്ത്രജ്ഞത ജോസ് കെ മാണിക്ക് ഉണ്ടാകണമെന്നില്ല. കാരണം ജോസ് കെ മാണി അത്രയും പരിചയസമ്പന്നനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാലയിലെയും ചങ്ങനാശ്ശേരിയിലെയും രൂപതയിലെ മെത്രാന്മാർ വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുന്നണി മാറണം എന്നുള്ള രീതിയിൽ. യുവനേതാക്കന്മാരെ മുഴുവൻ വിളിച്ച് ഈ മെത്രാന്മാർ വേണ്ട തരത്തിലുള്ള ചർച്ചയും ഒക്കെ നടത്തി. പക്ഷെ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും അങ്ങോട്ട് വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. മെത്രാന്മാർക്ക് ഇക്കാര്യത്തിനകത്ത് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവരിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ കേരള കോൺഗ്രസിലൂടെ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ശരിയാണ്, 2021 LDF-ലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ ജില്ലകളിലൊക്കെ ഒരു മുന്നേറ്റം LDF-ന് ഉണ്ടാക്കി കൊടുത്തു ജോസ് കെ മാണി. ജോസ് കെ മാണി നിസ്സാരക്കാരനല്ലപ്പോൾ. ജോസ് കെ മാണി പരാജയപ്പെട്ടു. അത് അടുത്ത തവണയും അങ്ങനെ ആ പരാജയത്തിലേക്ക് പോകുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ജോസ് കെ മാണി ഈ മണ്ഡലം ഇങ്ങനെ പരതി നടക്കുകയാണ്. പാലയിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് പോകാൻ നോക്കുന്നു, ലീഗ് പറയുന്നു തിരുവമ്പാടി തരാമെന്ന് പറയുന്നു. അപ്പോൾ ഒന്നും പിടികൊടുക്കാതെ അങ്ങനെ നിൽക്കുകയാണിപ്പോൾ. യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും കുറഞ്ഞതൊരു 6 സീറ്റെങ്കിലും UDF-ന് നേടിയെടുക്കാൻ കഴിയും.
6 മനസ്സ് വിചാരിച്ചാൽ അതിനപ്പുറവും പോകും. 6 സീറ്റ് കുറഞ്ഞത് ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നത് കൊണ്ട് ഈ 6 സീറ്റിന് മുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഭ കൂടി ഇടപെടുമ്പോൾ നല്ല ബാർഗെയിനിങ് അതിനകത്ത് നടക്കും. ആവശ്യപ്പെടുന്ന വകുപ്പ് വരെ കിട്ടിയെന്നിരിക്കും. പിന്നെ കോർപ്പറേഷൻ സ്ഥാനവും കിട്ടും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം കേരള കോൺഗ്രസിൽ ഒരുപാട് ഈ അച്ചായന്മാരിങ്ങനെ കതറ് വിട്ട് മസിലും പെരുപ്പിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലുമൊക്കെ കോർപ്പറേഷൻ സ്ഥാനമൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇവർ വല്ലാതെ അസ്വസ്ഥരാകും. കേരള കോൺഗ്രസിന് പൊതുവെ ഭരണമില്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. അപ്പോൾ പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ സംഭവിക്കും. ഇനിയിപ്പോൾ ജോസ് കെ മാണിക്ക് ഇപ്പോൾ അകപ്പെട്ട് നിൽക്കുന്നത് LDF പാളയത്തിലാണ്, CPM നയിക്കുന്ന മുന്നണിയിലാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ, അതായത് CPM-നെ LDF-ൽ പാലം വലി നടത്തിക്കഴിഞ്ഞാൽ CPM പക ഉണ്ടാകും. പകയുള്ള മനസ്സാണ് CPM എന്ന് ജോസ് കെ മാണിക്ക് നന്നായിട്ടറിയാം. എങ്ങാനും LDF അധികാരത്തിൽ വന്നാൽ ജോസ് കെ മാണിക്ക് പണി കൊടുക്കുകയും ചെയ്യും. അത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു വെട്ടിൽപ്പെട്ട് നിൽക്കുകയാണോ ജോസ് കെ മാണി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജോസ് കെ മാണിക്ക് വിരട്ടൽ വരെ നേരിടേണ്ടി വരുന്നുണ്ടാകാം. മുന്നണി വിട്ടുകഴിഞ്ഞാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാകും. കാരണം ജോസ് കെ മാണി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം എങ്ങനെയായാലും LDF-ന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഈ ചില സീറ്റുകൾ പോലും CPM തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയമസഭാ മണ്ഡലം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൊടുത്തിരിക്കുന്നതാണ്. പ്രമോദ് നാരായണനാണ് അവിടെ നിന്ന് വിജയിച്ചിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചു പിടിക്കണമെന്നില്ല. പക്ഷെ എന്നാലും LDF-നൊരു തക്കതായിട്ടുള്ള ഒരാശ്വാസം പകരുന്ന ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്, ജോസ് കെ മാണി വിഭാഗം. പക്ഷേ ഇനി എങ്ങാനും UDF-ലേക്ക് കുറേ പേര് ഇങ്ങോട്ടേക്ക് വന്നാൽ അവിടെ വെച്ച് കേരള കോൺഗ്രസ് പിളരാനും സാധ്യതയുണ്ട്. കാരണം ഈ റോഷി അഗസ്റ്റിനെ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലാണ്. അതുകൊണ്ട് പിണറായി വിജയനോടൊപ്പം തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും റോഷിയുടെയും മറ്റും താല്പര്യം. പക്ഷെ ജോസ് കെ മാണിക്ക് ഈ ഒന്നും വയ്യാത്ത ഒരു ധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുകയാണോ എന്ന് സംശയമുണ്ട്. ഇതാണ് കാര്യം. CPM-നെ ഭയക്കുന്നുണ്ട്. ഒരുതരം ഗുണ്ടാ സ്വഭാവം ഇവരുടെ കൈവശമുണ്ടല്ലോ. അവർക്ക് കൊട്ടേഷൻ സംഘമുണ്ട്, എന്ത് വേണമെങ്കിലാകും. ഭരണം കൈ കിട്ടിയാൽ ആ ഭരണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയും തൻ്റെ പാർട്ടിയെയും നേരിടുമെന്നൊക്കെ ജോസ് കെ മാണി മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ഭയന്നുകൊണ്ട് തന്നെ ആണ് ഇപ്പുറത്തേക്ക് മാറാൻ മടിക്കുന്നത്. ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിജയം ഉറപ്പാണെന്നുണ്ടെങ്കിൽ, UDF-ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി ഇപ്പുറത്ത് ചാടിയിരിക്കും. അത് ഉറപ്പായ കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുകയാണ്. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ, കോൺഗ്രസ്സുകാർ അടുത്ത തവണ അധികാരത്തിൽ വരുന്നതായ ലക്ഷ്യമില്ല. കാരണം പിണറായി വിജയൻ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പം സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കൂടെ നിർത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ഈ 4 ജില്ലകളിലായിട്ട് 50 നിയമസഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരത്തിൽ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ്. അതായത് CPM, LDF, UDF, BJP അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുമ്പോൾ ആ ത്രികോണ മത്സരത്തിന്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ LDF-ന് CPM-ന് കഴിയും എന്ന് പാർട്ടി കരുതുന്നുണ്ട്. UDF ഒരു 20 സീറ്റ് ഈ 4 ജില്ലകളിലായിട്ട് പിടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഭരണത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുകയുള്ളൂ. അതില്ലാതാക്കുകയാണ്. കാരണം ഈ ഹൈന്ദവ വോട്ടുകളിലാണ്. ഇനി എന്തായാലും മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് LDF-ലേക്ക് വരില്ല. മുസ്ലിം ലീഗിന്റെയും അത് അവർക്ക് സമാനമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും SDP-യും ഒക്കെ ലീഗിന്റെ കുടക്കീഴിലാണ്. ആ വോട്ടുകളൊന്നും ഇങ്ങോട്ടേക്ക് വരത്തില്ല. അപ്പോൾ ഈ ഹൈന്ദവ വോട്ടുകൾ ഏത് തരത്തില് ഭിന്നിപ്പിച്ചു പോകുന്നുണ്ട്.
അതിനിടയിൽ കൂടി വിജയിച്ചു പോവുക. അതിനാണ് സുകുമാരൻ നായരെയും മറ്റും കൂട്ടുപിടിച്ചിരിക്കുന്നത്. അതിന് ഉപയോഗിച്ചതാണ് അയ്യപ്പ സംഗമം. പക്ഷേ അയ്യപ്പ സംഗമത്തിന് ശേഷം പിന്നീട് സംഭവിച്ചത് ശബരിമലയിലെ വൻ തീവട്ടിക്കൊള്ളയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലൂടെ LDFന് സംഭവിക്കാൻ പോകുന്ന ക്ഷതം ചില്ലറയല്ല, വലിയ അപകടത്തിലേക്കാണ് LDF മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഏകദേശ ചിത്രം ലഭിക്കാൻ. ആ ചിത്രം ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ ജോസ് കെ മാണി ഒരുപക്ഷെ ഈ മെത്രാന്മാര് പറഞ്ഞത് അനുസരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.